കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 സംരക്ഷണ ഭിത്തി തകർന്നു. 15 അടിയോളം താഴ്ചയിലാണ് ഭിത്തി തകർന്നത്. 6 മാസം മുമ്പ് പണിതതാണ് ഭിത്തി. സംഭവത്തിൽ കലക്ടർ ദേശീയപാത അധികൃതരോട് റിപ്പോർട്ട് തേടി. കണ്ണൂർ എളയാവൂർ സൗത്തിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണത് ചൊവ്വാഴ്ച പുലർച്ചെയാണ്. 6 മാസം മുമ്പ് പണിത ഭിത്തിയാണ് നിലം പൊത്തിയത്. ഇത് പകൽ സമയത്താണെങ്കിൽ വൻ ദുരന്തമായി മാറുമായിരുന്നു. ആളുകൾ നടന്നുപോകുന്ന റോഡിലേക്കാണ് ഭിത്തി വീണതെന്ന് കോർപ്പറേഷൻ കൗൺസിലർ കെ വിജിന. ഇത് പുലർച്ചെ സമയമായതുകൊണ്ടും എന്നാലും വൈകിട്ടുണ്ടാവും, ആളുണ്ടാവും. പിന്നെ രാത്രി ആൾക്കാർ നടക്കുന്നുണ്ട്, അതുപോലെ എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം പുലർച്ചെ സമയമായതുകൊണ്ടാണ് അപകടം ഒന്നും സംഭവിക്കാത്തത്. ഇവിടെ നിന്നും മണ്ണെടുത്തതിൽ അശാസ്ത്രീയതയുണ്ടെന്നും അതാണ് ഈ തകർച്ചയ്ക്ക് കാരണമായതെന്നും അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA പറഞ്ഞു. പാലം നിർമ്മിച്ചിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാലത്തിൻ്റെ മുകൾ ഭാഗവും ഈ മണ്ണ് നീക്കിയ ഭാഗവും തമ്മിൽ ഏകദേശം ഒരു 3-4 മീറ്ററിൻ്റെ ഉയര വ്യത്യാസമുണ്ട്. അപ്പോൾ താഴ്ത്തി മണ്ണെടുത്തിട്ടാണുള്ളത്, ഉയർത്തി നിർത്തിയിട്ടല്ല ഉള്ളത്. അപ്പോൾ ഈ താഴ്ത്തി മണ്ണെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഇപ്പോഴ് ഈ ഭിത്തി തകർന്ന് നിലംപതിക്കുന്ന നിലയിലേക്ക് വരികയാണ്. അപ്പം അത് നമുക്ക് അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പറയുന്ന കൃത്യമായ വിദഗ്ധരായ ആളുകൾ വന്ന് പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ തുടർന്ന് അങ്ങോട്ട് നിർമ്മാണം പാടുള്ളൂ. എല്ലാം റെക്ടിഫൈ ചെയ്യണം. ഇവിടെ ഇപ്പോൾ പാലം അവിടെ നോക്കിയാൽ മതി, പാലം നിൽക്കുന്ന സ്ഥലം ആ പാലത്തിൽ നിന്നും 3.5-4 മീറ്ററോളം താഴ്ത്തി കുഴിച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അത് റോഡായിട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ വീണ്ടും ഈ 4 മീറ്ററിൽ മണ്ണ് ഫില്ല് ചെയ്യണം. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാഭാവികമായി അതിൻ്റെ ഭൂമിയിലെ മണ്ണിൻ്റെ ഘടനയൊക്കെ തന്നെ തകർക്കുന്ന വിധത്തിലാണ് ഇവിടെ നടന്നിട്ട്. അതിനാണ് അശാസ്ത്രീയം എന്ന് പറയുന്നത്. ദേശീയപാതയുടെ നിർമ്മാണം തുടങ്ങിയതു മുതൽ ഭീതിയാണെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി. ഇത് ഫ്രണ്ട് ഇതെല്ലാം എൻ്റെ സ്ഥലമാണ്. ഫ്രണ്ട് ഗേറ്റ് മുതൽക്ക് അപ്പോൾ ഗേറ്റും കംപ്ലീറ്റ് പോയി, വാള് പോയി. അത് 2023 പോയ സംഗതിയാണ്. അത് ഈ 6 മാസമായിട്ടുള്ളൂ ഇത് കെട്ടിയിട്ട്. അപ്പം 2.5 വർഷം എടുത്തു അവർക്ക് ഇത് കെട്ടിത്തരാൻ. ഇത് 6 മാസം കൊണ്ട് ഇതും പോയി. ഇതൊരു സിക്വൽ വരില്ല പിക്ചറിന്. ഒരു പിക്ചർ റിലീസായി, അത് കഴിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ പിക്ചറാണ്. ഇന്ന് രാവിലെ എനിക്ക് നോക്കുമ്പോൾ ഇതാണ് ഷോക്കാണ്. അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, നല്ല റോഡ് ഉണ്ടാക്കി തരാം, എപ്പം അനുഗ്രഹിക്കൂ. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരിങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് പാച്ച് വർക്ക് ചെയ്യും ഡോക്ടർ മാത്രമേ. അത്രയും ഇല്ല. ഇപ്പോൾ ഈ ഓപ്പോസിറ്റിൽ അങ്ങനെ തന്നെ സംഭവിക്കും. താഴെ മണ്ണ് ഒഴുകി വരുന്നുണ്ട്, അതിന് അവരൊന്നും ചെയ്യില്ല. അപ്പുറത്തും അതങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാം, ഗ്യാരണ്ടീഡല്ല. ഇവിടെ റോഡ് വന്നപ്പോൾ ഒരു സമാധാനമായിരുന്നു. 6 മാസം നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ. ഇപ്പോൾ പ്രശ്നം പഴയമായി തന്നെയായി, പഴയ കഥ തന്നെ തുടങ്ങി. 16 അടിയോളം താഴ്ചയിൽ ഏതാണ്ട് 200 മീറ്റർ സംരക്ഷണ ഭിത്തി തകർന്നിട്ടുണ്ട്. മറുവശത്തെ ഭിത്തിയും തകർച്ചാ ഭീഷണിയിലാണ്. 2 ദിവസം മുന്നെയാണ് അവിടെ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കും മണ്ണ് ഇടിഞ്ഞുകൊണ്ടുണ്ട്. ആ മണ്ണ് കുറച്ചും കൂടി പോരുകയാണെങ്കിൽ നേരെ അത് ഇടിയും. നമ്മുടെ വീട് അങ്ങോട്ടുള്ളത് 3 കൊല്ലം നമുക്ക് നടക്കാനുള്ള ഒരു വഴി മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ വണ്ടി പോകാൻ തുടങ്ങിയിട്ട്. അതും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാവും. അതിപ്പോൾ ഇല്ലാത്ത അവസ്ഥയാവും. ഭിത്തിയുടെ പല ഭാഗത്തും മണ്ണ് അടർന്നു വീഴുന്നതും കാണാം. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച കാലം മുതൽ ഈ പ്രദേശവാസികൾ ഒട്ടേറെ ആവശ്യങ്ങൾ അധികൃതർക്ക് മുമ്പാകെ വച്ചിരുന്നു. എല്ലാം ശരിയാക്കാം എന്ന പല്ലവിയാണ് അവരിൽ നിന്നും ഉണ്ടായത്. ഇവിടുത്തുകാരുടെ ഉള്ളിൽ ആദിയാണ് എപ്പോഴാണ് ദുരന്തം സംഭവിക്കുക എന്ന് പേടിച്ച് ജീവിക്കുകയാണ് ഇവിടുത്തുകാർ. 2023 സമാനമായ രീതിയിൽ ഭിത്തി ഇടിഞ്ഞു വീണു. അന്നും അധികൃതർക്ക് മുന്നിൽ ആവലാതിയുമായി പ്രദേശവാസികളെത്തി. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്ന ഉറപ്പ് അന്നും നൽകി. സംരക്ഷണ ഭിത്തി കെട്ടി. അതാണിപ്പോൾ 6 മാസം കൊണ്ട് തകർന്നു വീണത്. ഈ ദേശീയപാത നിർമ്മാണം എന്ന് പൂർത്തിയാകും എന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഇങ്ങനെ ഭിത്തി ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്തും എന്നുള്ളതാണ് ചോദ്യം. ഈ ആശങ്ക പരിഹരിച്ചു വേണം ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എന്നുകൂടി പറയുന്നുണ്ട് പ്രദേശവാസികൾ. അതിന് ഇനി അധികൃതർ എന്തു ചെയ്യും? അതാണ് ഇനി ഈ നാടിന് അറിയാനുള്ളത്. എളയാവൂർ സൗത്തിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.